നല്ലൊരു ഗസ്റ്റ് കൂടിയുണ്ട്. So, what are the memories with Mr. Amar? ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോളേജിലെ കലാകാരന്മാരുടെ SLC പാസ്സായിരുന്നു. അതൊക്കെ വലിയ പാട്ടുകാരനായിരുന്നു, നല്ല പാട്ടുകാരനായിരുന്നു, നല്ല അഭിനേതാവായിരുന്നു. സ്കൂളിലെ പേരെടുത്ത കലാകാരനായിരുന്നു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ MA കാരനായ ആളാണ്. അമ്മാനും പുള്ളി ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് പോകും. അമ്മാൻ എന്നെ ഞങ്ങളെ സംഭവിച്ചില്ല, നീ കൊണ്ടുപോകും. ഞാൻ വേണമൊക്കെയായിട്ട് ഓരോ വഴിക്ക് പോയി കഴിഞ്ഞാൽ അമ്മാൻ പയ്യെ വേറെ ആളിനാണ്. പിന്നെ നവോദയ ഉണ്ടായി കഴിഞ്ഞപ്പോ നവോദയയുടെ ആളിനാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് കമലഹാസനൊക്കെ ദശാവതാരമൊക്കെ ചെയ്തില്ലേ, പുള്ളിയുടെ അടുത്തൊന്നും നിൽക്കത്തില്ല. പാഠഘട്ടത്തില് 12 വർഷം ചെറിയ ചെറിയ റോളുകളായിരുന്നു. അതും ശ്രദ്ധിക്കാറില്ലല്ലോ. മൈഡിയർ കുടിച്ചാട്ടലില് നല്ല റോൾ ചെയ്തിട്ടുണ്ട്. ഞാനും ആരും കൂടെ പഠിച്ചുകൊണ്ട് ലത്തീഫ് ഞങ്ങൾ നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അത് 2ാമത്തെ വർഷവും ചെയ്തിട്ടുണ്ട്. എന്നെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്നത് അപ്സം മുതലാളിയാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നെ കൊണ്ടുവന്ന മേക്കപ്പിലേക്കാണ് ആദ്യമേ അവിടെ നിന്നിങ്ങനെ മേക്കപ്പ് ചെയ്ത് പിന്നെ ഉദയം നവോദയം ഉണ്ടാകുമ്പോൾ പുള്ളിയോട് ഞാൻ പോയി. അങ്ങനെ അവിടെ ആർട്ട് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 35 വർഷത്തോളം സിനിമാ ഫിലിമായിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്ത കൂട്ടത്തിലെ ഒരാളാണ് ഞാൻ. ഇന്റർവ്യൂ അല്ല, ഞാൻ ഒക്കെ പറഞ്ഞ ആളല്ല. അന്നത്തെ പുള്ളിയുടെ നമ്മുടെ വില്ലൻ എന്നുള്ള ഒരു നമുക്ക് ഇതുണ്ടല്ലോ, നമ്മുടെ വീരപ്പായും അല്ലെങ്കിൽ ജോസ് പ്രകാശ് അങ്ങനെയുള്ള ലെവലിലാണ് ഒരു വില്ലനെന്ന് വരുന്നത് നമ്മളെ കണക്ക് മനസ്സിലിരിക്കുന്നത്. അപ്പൊ ഇതല്ലാത്ത രീതിയിലാണ് മോഹൻലാൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. കുടുംബങ്ങളുടെ മുടിയും ഒരു ലേഡീസ് കൂടെയൊക്കെ പിടിച്ചു വന്നപ്പോ ഇത് അതുപോലെ ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു. ഞാൻ പാച്ചിലെടുത്ത് ചോദിച്ചു. ഞാൻ പാച്ചിലിന്റെ പാച്ചിന്നാണ് വിളിക്കുന്നത് ഞങ്ങളെല്ലാവരും ശരീരത്തിന്റെ പേര്. അപ്പൊ പാച്ചെടുത്ത് വരുന്ന ആളമാരെ ഇത് നമ്മളൊരു പുതിയ വില്ലിനെ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് അത്ര അത് ഉൾക്കൊള്ള ഞാൻ പാച്ചിയും ജിജോയും മാത്രമേ കൂടുതൽ മാർക്ക് കിട്ടുള്ളൂ. ഞങ്ങളത് വളരെ ലോ മാർക്ക് വന്നു പറഞ്ഞാൽ നമ്മളൊരു തെങ്ങിന്റെ ഒരു മടങ്ങെടുത്താൽ തോക്കായിട്ട് പുള്ളിയുടെ കൊടുത്തിട്ട് റോഡിൽ കൂടെ എൻട്രി ചെയ്യാൻ പറയുന്നത്. അതൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. അവിടെ ഇരിക്കാം നമുക്ക്.